എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. സെക്കൻഡ് സെമിസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ മൊഡ്യൂൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പം എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം, എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ, എന്താണ് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ, അതുമായി ബന്ധപ്പെട്ട ഫൊറിയർ ട്രാൻസ്ഫോം ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ചോദ്യം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കയറാം. ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 0 അതർവൈസ്. കഴിഞ്ഞ ചോദ്യത്തിന് സമാനമായൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഈ എക്സിൻ്റെ പ്ലേസിൽ 1 ആയിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. 1 മാറി എക്സ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഓക്കെ, മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു -i ഒമേഗ എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെ നമുക്ക് ഉത്തരവില്ല. നമുക്ക് ഉത്തരവുള്ളത് എവിടെ മുതൽ എവിടെ വരെയുള്ളൂ? -1 മുതൽ 1 വരെയുള്ളൂ. അപ്പോൾ ആ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ൻ്റെ മീനിങ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ആരാണ്? എക്സ് ആണ്. സോ എക്സ് ഇൻറ്റു ഇ റൈസ് ടു -i ഒമേഗ എക്സ് ഡി എക്സ്. ഇ റൈസ് ടു -i ഒമേഗ എക്സ് ഓയിലേഴ്സ് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലാവരും അത് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു അത്? 1/√2π ഇൻ്റഗ്രൽ -1 ടു 1 എക്സ് ഇൻറ്റു ഇ റൈസ് ടു -i ഒമേഗ എക്സ് എന്ന് പറയുന്നത് കോസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചതാണ്. ഓക്കെ, ഇനി രണ്ട് എക്സ് ഉള്ളിലേക്ക് കൊടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -1 ടു 1 എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് മൈനസ് ഐ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇനി വേണ്ട ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഈ ഒരു ഇൻ്റഗ്രലും ഡി എക്സും ഈ രണ്ട് പേർക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ്. കൂടെ 1/√2π കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 1/√2π ഇൻ്റഗ്രൽ -1 ടു 1 എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് മൈനസ് ഐ ഇൻറ്റു 1/√2π ഇൻ്റഗ്രൽ -1 ടു 1 എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഈ ഒരു സ്റ്റെപ്പ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇൻ്റഗ്രൽ -1 ടു 1 എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് കൂടെ 1/√2π 1/√2π കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. ഇൻ്റഗ്രലും ഡി എക്സും ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് കൊടുക്കണം. -i ഇൻറ്റു ഇൻ്റഗ്രൽ 1/√2π ഇൻ്റഗ്രൽ -1 ടു 1 സൈൻ ഒമേഗ എക്സ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിന് സമാനമായൊരു കണ്ടീഷൻ ഇവിടെ ലിമിറ്റ് ശ്രദ്ധിക്കുക. -a to a എന്നുള്ള ഫോർമാറ്റിലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓഡ് ഈവൻ കൺസെപ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. സോ അപ്പോൾ ഇൻ്റഗ്രൽ -1 ടു 1 എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് മൈനസ് 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -1 ടു 1 എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, രണ്ട് ഫംഗ്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു നെറ്റ് ഫംഗ്ഷൻ മൊത്തത്തിലുള്ള ഫംഗ്ഷൻ ഓടാണോ ഈവൻ ആണോ എന്ന് അറിഞ്ഞാലേ നമുക്ക് പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓടാണെങ്കിൽ ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ശ്രദ്ധിച്ചിരിക്കണേ. ഇനി ഇവിടെ നോക്ക്, എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓടാണോ ഈവൻ ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ എന്താ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കുകയാണ്. എഫ് ഓഫ് -x ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -x, അതായത് -x മാറ്റി എഫ് ഓഫ് എക്സ് കൊടുക്കാം. എഫ് ഓഫ് -x ചെയ്തപ്പോൾ -f ഓഫ് എക്സ് കിട്ടി. അപ്പോൾ നമുക്ക് എക്സ് ഈസ് ആൻ എന്തെന്ന് പറയാം? എഫ് ഓഫ് -x ചെയ്തപ്പോൾ -f ഓഫ് എക്സ് കിട്ടിയെങ്കിൽ അതൊരു ഓഡ് ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ആൾ ആരാണ്? ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഇവിടെയും എക്സ് എന്ന് പറയുന്ന ആളൊരു ഓഡ് ഫംഗ്ഷനാണ്. ഇൻറ്റു കോസ് ആരാണെന്നറിയാം. കോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എവിടെ കോസ് കണ്ടാലും നമുക്കറിയാം അതെന്ത് ഫംഗ്ഷനാണ്? ഈവൻ ഫംഗ്ഷനാണ്. കോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഇവിടെ ഇൻറ്റു സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷനാണ്. സൈൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഒരു ഓഡ് ഫംഗ്ഷനാണെന്നറിയാം. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. രണ്ട് ഓഡ് ഫംഗ്ഷൻ തമ്മിൽ ഗുണിച്ചാൽ എന്താണ്? ഒരു ഓഡ് ഒരു ഈവനും തമ്മിൽ ഗുണിച്ചാൽ എന്താണ്? രണ്ട് ഈവൻ ഫംഗ്ഷൻ തമ്മിൽ ഗുണിച്ചാൽ എന്താണ്? അത് അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഒരു ഈവൻ ഫംഗ്ഷൻ വരുവാണെങ്കിൽ കിട്ടുന്ന ആൻസർ ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഒരു ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഒരു ഓഡ് ഫംഗ്ഷൻ വരുവാണെങ്കിൽ കിട്ടുന്ന ആൻസർ ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഒരു ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഒരു ഓഡ് ഫംഗ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആൻസർ ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. രണ്ട് ഈവൻ തമ്മിൽ ഗുണിച്ചാലും ഈവനാണ്, രണ്ട് ഓഡ് തമ്മിൽ ഗുണിച്ചാലും ഈവനാണ്. ഒരു ഈവനും ഒരു ഓടും തമ്മിൽ ഗുണിച്ചാലേ കിട്ടുന്ന ഉത്തരം ഓടാവത്തുള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, ഒരു ഓടും ഒരു ഈവനും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ, ഇവിടെ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഓടായിരിക്കും. ഇവിടെ ഓടും തമ്മിൽ ഗുണിച്ചാൽ ഇവിടെ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഓക്കെ, ഇനി അൾട്ടിമേറ്റ്ലി നമ്മുടെ എക്സ് കോസ് ഒമേഗ എക്സ് എന്ന് പറയുന്ന ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഉത്തരം 0 ആയിരിക്കും. -1 ഓഡ് ഡി എക്സ്, ആൻസർ എന്തായിരിക്കും? 0. അപ്പോൾ വേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദിസ് ഈസ് ഈക്വൽ ടു 1/√2π. ഇതാണ്ട് ഇയാൾ മൊത്തത്തിൽ എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇയാൾ മൊത്തത്തിൽ 0 ആയിപ്പോയി. ഓക്കെ, 0 മൈനസ് i ഇൻറ്റു 1/√2π. ഇനി നിങ്ങൾ നോക്ക്, ഇൻ്റഗ്രൽ -1 എക്സ് സൈൻ ഒമേഗ എക്സ് എന്ന് പറയുന്ന ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതുകൊണ്ട് ഈ റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എന്നുള്ളത് 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സംഗതി എങ്ങനെ മാറും? 0 മൈനസ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു i -2i ഡിവൈഡഡ് ബൈ √2π ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം, UV റൂൾ യൂസ് ചെയ്യണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു റൂളാണ് എന്ന് വിചാരിക്കുന്നു. ഒന്ന് ഓർമ്മപ്പെടുത്താം, നോട്ടായിട്ട് എഴുതുക, സൈഡിൽ എഴുതിയാൽ മതി. ഇൻ്റഗ്രൽ UV, യുവും ഫംഗ്ഷൻ വിയും ഫംഗ്ഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? UV1 മൈനസ് U'(V2) പ്ലസ് U'(V3) മൈനസ് എക്സെട്ര. ശ്രദ്ധിച്ചിരിക്കണം, ഇവിടെ ഏറ്റവും നല്ലതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത് nth ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുക, UV റൂൾ. ഇതേപോലെ nth ഡെറിവേറ്റീവിന് ലെബനിസിൻ്റെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് nth ഇൻ്റഗ്രൽ, ബെർണോളിയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇൻ്റഗ്രൽ UV എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ U ആയിട്ട് ചൂസ് ചെയ്യുന്ന ആൾ ഡെറിവേറ്റീവ് എടുത്ത് 0 ആവുന്ന ആളായിരിക്കണം. ഇവിടെ U ആയിട്ട് ചൂസ് ചെയ്യേണ്ട എക്സിനെയാണ്. കാരണം എക്സിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 1 ആണ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഡെറിവേറ്റീവ് എടുത്ത് 0 കിട്ടുന്ന ആളെ മാത്രമേ നമ്മൾ U ആയിട്ട് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ. രണ്ടാമത്തെ ആളെ നമുക്ക് V ആയിട്ട് ചൂസ് ചെയ്യാം. ഇൻ്റഗ്രൽ അറിയാവുന്ന ആളെ നമുക്ക് V ആയിട്ട് ചൂസ് ചെയ്യാം. ഡെറിവേറ്റീവ് എടുത്ത് 0 കിട്ടാത്ത ആളെയാണ് നമ്മൾ U ആയിട്ട് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിൽക്കത്തില്ല, അതങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. ഉദാഹരണം സൈൻ എക്സ് എടുക്കുക, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്, പിന്നെയും സൈന്, പിന്നെയും കോസ്, പിന്നെയും സൈൻ, പിന്നെയും കോസ്. അതിനൊരു അവസാനമില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവസാനം ഉള്ള ആളെ വേണം U ആയിട്ട് ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണം x³ വന്നു കഴിഞ്ഞാൽ x³ ഡെറിവേറ്റീവ് 3x², 3x²ൻ്റെ ഡെറിവേറ്റീവ് 6x, 6xൻ്റെ ഡെറിവേറ്റീവ് 6, 6ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 3-4 സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് 0 ആവും. അങ്ങനത്തെ ആൾക്കാരെ വേണം, അതായത് പോളിനോമിയൽസ് വരുന്ന കേസിൽ വേണം നമ്മൾ യുവിനെ ചൂസ് ചെയ്യാൻ. ഇപ്പം ട്രിഗണോമെട്രിക്ക് വരുന്ന കേസിൽ അയാളെ V ആയിട്ട് ചൂസ് ചെയ്യണം. ഇപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിലാണ് കിടക്കുന്നത്, ഓർഡറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇയാളാണ് നമ്മുടെ U, ഇയാളാണ് നമ്മുടെ V. നേരിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇൻ്റഗ്രൽ UV എന്നുള്ള റിസൾട്ട് യൂസ് ചെയ്യാം. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യുവിനെ നമ്മൾ നേരെ അതേപോലെ ഇങ്ങോട്ട് എഴുതും. യുവിനെ നേരെ അതേപോലെ ഇങ്ങോട്ട് എഴുതും. ഈ അതേപോലെ ഇങ്ങോട്ട് എഴുതിയ യുവിൻ്റെ ഡെറിവേറ്റീവ് ആണ് U', U'-ൻ്റെ ഡെറിവേറ്റീവ് ആണ് U'. ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ അൺടിൽ 0 ആവുന്നത് വരെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ യുവിനെ നേരെ ഇങ്ങോട്ട് പിടിച്ചിടുക ചെയ്യുന്നത്, ഒരു മാറ്റവും വരുത്തുന്നില്ല. പക്ഷേ യുവിനോടൊപ്പം എഴുതുന്ന V1 എന്ന് പറയുന്നത് ഈ വിയുടെ ഇൻ്റഗ്രലാണ്. വിയുടെ ഇൻ്റഗ്രലാണ് V1, V1ൻ്റെ ഇൻ്റഗ്രലാണ് V2, V2ൻ്റെ ഇൻ്റഗ്രലാണ് V3. അപ്പോൾ ഇവിടെ
ആദ്യമേ നമ്മൾ നേരെ ഇങ്ങോട്ട് പിടിച്ചിടുന്നേ ഉള്ളൂ, അതിനുശേഷം അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം ഡെറിവേറ്റീവ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴേ ഇൻ്റഗ്രൽ എടുത്തുകൊണ്ടാണ് പോകുന്നത്. എഗെയിൻ ആ ഒരു ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് നമ്മൾ ഈ വി ഇൻ്റഗ്രൽ എടുത്താൽ V1 കിട്ടും, V1 ഇൻ്റഗ്രൽ എടുത്താൽ V2 കിട്ടും, V2 ഇൻ്റഗ്രൽ എടുത്താൽ V3, അതങ്ങനെ പോകും. യു നേരെ ഇങ്ങോട്ട് പിടിച്ചിടും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. യു ഡാഷ് യു ഡബിൾ ഡാഷ്. അപ്പം ഇങ്ങോട്ടുള്ള പ്രോസസ്സുകൾ ഡിഫറൻഷ്യേഷൻ. പക്ഷേ ഇത് വി ഇങ്ങോട്ട് പോകുമ്പോഴേ ഇൻ്റഗ്രലായിട്ടാണ് പോകുന്നത്. ഓക്കെ, വിയെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് നമ്മളിവിടെ എഴുതുന്നത്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ കണക്റ്റിംഗ് സൈനും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. മൈനസ് പ്ലസ് മൈനസ് ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് പ്ലസ് ആണ് പോകുന്നത്. പിന്നെ ഈ V1 ഇൻ്റഗ്രൽ എഴുതുമ്പോൾ അവിടെ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്യാൻ മറക്കരുത്. ഇനി V2 നമ്മൾ എഴുതുമ്പോൾ V2 സൈനൊക്കെ മാറ്റിയതിന് ശേഷം, ഇപ്പോൾ ഇവിടെ V2 നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക, ആ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടെ ചേർത്ത് പ്ലസ് ആക്കി എന്ന് വിചാരിക്കുക. എന്നിട്ട് പ്ലസ് ആക്കിയതിന് ശേഷമുള്ള V2 അല്ല നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് V3 ആയിട്ട് എടുക്കുന്നത്. ഈ V2 എന്താണോ സൈൻ, ആ സൈൻ ഉൾപ്പെടെയുള്ള ഇൻ്റഗ്രലാണ് V3 ആയിട്ട് പോകുന്നത്. അല്ലാണ്ട് ഇവിടെ ഓപ്പറേഷൻ നടത്തിയതിന് ശേഷം ബാക്കി നിൽക്കുന്ന ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് V3 ആയിട്ട് എടുക്കരുത്. അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒന്നും വരുത്താൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനാണ് ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. പ്രോപ്പറായിട്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്താലേ തെറ്റത്തില്ല. V1 ഇൻ്റഗ്രൽ V2 ഇവിടെ എഴുതുമ്പോഴേ അത് ബ്രാക്കറ്റിനുള്ളിലാക്കുക. എന്നിട്ട് ആ ബ്രാക്കറ്റിനുള്ളിൽ ഉള്ളിലുള്ള ആളുടെ ഇൻ്റഗ്രലാണ് V3 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു ഓപ്പറേഷണൽ മിസ്റ്റേക്ക് അവിടെ വരാതെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി അങ്ങോട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് വരുന്ന സംഭവമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. സോ ബാക്കി നോക്കിയോളൂ. ദിസ് ഈസ് ഈക്വൽ ടു -2i ഡിവൈഡഡ് ബൈ √2π ഞാൻ √2 ഇൻറ്റു √π എന്നൊന്ന് എഴുതുവാണ്. ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രൽ v1 u എന്ന് പറയുന്നത് എക്സ്, v1 എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിയും. സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്തുവാ? മൈനസ് കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ. കാരണം എക്സ് വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒമേഗ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഇവിടെ ഒരു ബ്രാക്കറ്റ് അപ്പം തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ആളുടെ ഇൻ്റഗ്രലാണ് v1 മൈനസ് യു ഡാഷ് v2 ആയിട്ട് അപ്പുറത്ത് വരേണ്ടത്. മൈനസ് യു ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ ഡെറിവേറ്റീവ്, യുവിൻ്റെ ഡെറിവേറ്റീവ്, യു എക്സ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. യു ഡാഷ് v2 ആയിട്ട് വരേണ്ടത് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ആളുടെ ഇൻ്റഗ്രൽ. അപ്പോൾ ആ ബ്രാക്കറ്റിനുള്ളിലുള്ള നെഗറ്റീവ് അവിടെ ഓൾറെഡി ഉണ്ട്. കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒരു ഒമേഗ വരും. ആ ഒമേഗയും ഓൾറെഡി ഇവിടെ ഉള്ള ഒമേഗയും കൂടെ ചേർന്നിട്ട് എന്താവും? ഒമേഗ സ്ക്വയർ ആവും. പ്ലസ് യു ഡബിൾ ഡാഷ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 അപ്പോൾ ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇവിടെ കൊണ്ട് നിർത്താം. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ 1 വരെ. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഉള്ളിലൊരു സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഈ വെറും 2നെ ഞാൻ √2 ഇൻറ്റു √2 എന്ന് എഴുതുകയാണ്. i ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു √2π. സോ ഇവിടെ എന്താണ് വരിക? ഒരു മൈനസ് ഉണ്ട്, എക്സ് ഉണ്ട്, കോസ് ഒമേഗ എക്സ് ഉണ്ട്, ഡിവൈഡഡ് ബൈ ഒമേഗയുണ്ട്. 2 മൈനസുകൾ ചേർന്നിട്ട് പ്ലസ് ആവും. സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ഓവർ ദ ലിമിറ്റ് 0 മുതൽ 1 വരെ. ആൻഡ് ഇവിടെ ഒരു √2 ക്യാൻസൽ ആവും. ബാക്കി മൈനസ് √2 ബൈ √2π √2/π വരും അല്ലേ? √a/√2b √a/b ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് √2/π i ഉണ്ട്, മൈനസ് √2/π i. ബാക്കി ഇനി നിങ്ങൾ നോക്ക്, ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 1 കൊടുക്കണം. അതാണ്ട് ഇവിടെ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 1 കൊടുക്കുകയാണെ. -1 ഇൻറ്റു കോസ് ഒമേഗ ഇൻറ്റു 1 എന്ത് വരും? മൈനസ് കോസ് ഒമേഗ. ശരിയല്ലയോ? എക്സ് കണ്ടിടത്തെല്ലാം 1 കൊടുത്തു. എക്സ് കാണുന്നിടത്തെല്ലാം 1 കൊടുക്കുമ്പോൾ -1 ഇൻറ്റു കോസ് ഒമേഗ ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ പ്ലസ് എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 1 കൊടുക്കുമ്പോൾ സൈൻ ഒമേഗ ഇൻറ്റു 1 എന്നുള്ളത് എന്ത് വരും? സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊരല്പം കൂടെ സോൾവ് ചെയ്തെടുക്കാനുണ്ട്. സോ ഇവിടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു നെഗറ്റീവ് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ 2 ടേംസിൽ നിന്ന് ഒരു നെഗറ്റീവ് ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എന്താണ് വരിക? മൈനസ് √2/π i ഇൻറ്റു ഒരു നെഗറ്റീവ് ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി എന്താണ് വരിക? കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ പ്ലസ്സിൽ നിന്നൊരു മൈനസ് ഇങ്ങോട്ട് പോയാൽ ബാക്കി ഒരു മൈനസ് ഉണ്ടാവും. സൈൻ ഒമേഗ
ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ശരിയാണല്ലോ. സംശയം ഉണ്ടെങ്കിൽ നെഗറ്റീവ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ. മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ തിരിച്ചു കിട്ടും. മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ തിരിച്ചു കിട്ടും. ഇനി ഇതെന്താ നോക്കിയേ, ഈ രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് ആവും. ബാക്കി √2/πi. ഇനി ഇതേണ്ട, ഇവിടെ ഒമേഗ സ്ക്വയർ ആണ് ഡിനോമിനേറ്റർ, ഇവിടെയും കൂടെ ഒമേഗ സ്ക്വയർ ആക്കിയ സിംഗിൾ ഡിനോമിനേറ്റർ ആക്കാം. അപ്പോൾ ഇവിടെ ഒമേഗ സ്ക്വയർ കൊണ്ടുവരണമെങ്കിൽ മുകളിലും താഴെ ഒരു ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ, ഒരു ഒമേഗയും സ്ക്വയറും കൂടെ വെട്ടിയാൽ പഴയ ആളെ തന്നെ തിരിച്ചു കിട്ടും. മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. ഇനി നിങ്ങൾ നോക്കൂ, സെയിം ഡിനോമിനേറ്റർ ആയില്ലേ, √2/πi ഇൻറ്റു ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഗിവൺ എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എഫ് ഓഫ് ഒമേഗ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇത് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ജോലി. ദിസ് ഈസ് ദ ഫൈനൽ സൊല്യൂഷൻ. ഈ ഉത്തരമായിരിക്കും ടീച്ചേഴ്സിൻ്റെ ആൻസർ കീയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇവിടം വരെ എത്തിക്കാൻ ശ്രമിക്കുക. √2/πi ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു e⁻−α mod x, α greater than 0. Using this result, find the inverse transform of 1/1 plus omega square. നോക്കാം, ശ്രദ്ധിച്ചിരിക്കണം. സോ അപ്പോൾ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു e⁻−α mod x ആണ്. ഓക്കെ, അപ്പോൾ mod x എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. mod x എന്ന് പറയുന്നത് എക്സ് ആണ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. ഇതാണ് മോഡുലസ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു e⁻⁻⁰x dx. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. സോ ഇവിടെ e⁻⁻⁰ ഇൻറ്റു mod x ആണ് നമ്മുടെ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ആ ഫംഗ്ഷൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/√2π ഇൻ്റഗ്രൽ -∞ to ∞ e⁻⁻⁰ mod x ഇൻറ്റു e⁻⁻⁰x dx. So this is equal to 1/√2π integral -∞ to ∞ e⁻⁻⁰ mod x. e⁻⁻⁰x ന് പകരം നമുക്ക് ഓൾറെഡി അറിയാവുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. e⁻⁻⁰x ആരാണ്? കോസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ് dx. ക്ലിയർ ആണേ? ഇനി ഇതുണ്ട് e⁻⁻⁰ mod x കൊണ്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്ത് വരും? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -∞ to ∞ e⁻⁻⁰ mod x ഉള്ളിലേക്ക് കൊടുക്കുക. ഈ ടേമിലേക്കും കൊടുക്കണം, ഈ ടേമിലേക്കും കൊടുക്കണം. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് വരിക? e⁻⁻⁰ mod x കോസ് ഒമേഗ എക്സ് മൈനസ് ഐ ഇൻറ്റു e⁻⁻⁰ mod x സൈൻ ഒമേഗ എക്സ് dx. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഇൻ്റഗ്രലും 1/√2πയും dxഉം ഈ രണ്ട് പേർക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു ഇൻ്റഗ്രൽ -∞ to ∞ e⁻⁻⁰ mod x കോസ് ഒമേഗ എക്സ് dx മൈനസ് 1/√2π ഇൻ്റഗ്രൽ ഒരു ഐ ഉണ്ട് കേട്ടോ, ഐ ഇൻറ്റു 1/√2π ഇൻ്റഗ്രൽ -∞ to ∞ e⁻⁻⁰ mod x ഇൻറ്റു സൈൻ ഒമേഗ എക്സ് dx. ഈ ഒരു സ്റ്റെപ്പ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, സംശയമൊന്നുമില്ലല്ലോ. 1/√2π ഇൻ്റഗ്രൽ -∞ to ∞ e⁻⁻⁰ mod x കോസ് ഒമേഗ എക്സ് dx മൈനസ് ഐ ഇൻറ്റു 1/√2π ഇൻ്റഗ്രൽ -∞ to ∞ e⁻⁻⁰ mod x സൈൻ ഒമേഗ എക്സ് dx. അതായത് ഈ 1/√2π ഇൻ്റഗ്രലും ഇവന്മാർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് കൊടുത്തു. ആ ഒരു പരിപാടി മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ.
ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ അനലൈസ് ചെയ്യുന്ന പോലെ അനലൈസ് ചെയ്യാം. ഇതൊരു -a to a പോലുള്ള ഇൻ്റഗ്രലാണ്. അപ്പോൾ ഓഡ് ഈവൻ ലോജിക്ക് നമുക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. e റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് എന്ന് പറയുന്ന എന്ത് ഫംഗ്ഷനാണ്? മോഡുലസ് കണ്ടാൽ തന്നെ ഉറപ്പിക്കാം അത് ഈവൻ ഫംഗ്ഷനാണ്. കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് മൈനസ് എക്സ് മോഡുലസിനകത്ത് നെഗറ്റീവ് കയറി കഴിഞ്ഞാൽ അതെന്തായിട്ട് പുറത്തു വരും? പോസിറ്റീവായിട്ട് തന്നെ പുറത്തു വരും. ശരിയല്ലേ? അപ്പോൾ മോഡ് എക്സ് തന്നെ തിരിച്ച് കിട്ടുന്നതുകൊണ്ട് അതെന്താണ്? എഫ് ഓഫ് എക്സ് തന്നെ തിരിച്ച് കിട്ടുന്നത് കൊണ്ട് മോഡുലസ് വന്നു കഴിഞ്ഞാൽ അതൊരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ കാണുന്ന ആൾ ഇവിടെ മോഡുലസ് ഉണ്ട്, അപ്പം എക്സ് കാണുന്നിടത്ത് മോഡുലസ് ഉണ്ട്, അപ്പോൾ അതൊരു ഈവൻ ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ ഇയാളും എന്താണ്? ഇവിടെ മോഡുലസ് ഉള്ളതുകൊണ്ട് ഈവൻ ഫംഗ്ഷനാണ്. കോസ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാണ്? കോസ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഇൻറ്റു ഈവൻ, ഇവിടെ ഉത്തരം ഈവൻ തന്നെ കിട്ടും. ഇവിടെ സൈൻ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഈവൻ ഇൻറ്റു ഓഡ്, ഉത്തരം ഓഡ് കിട്ടും. ഓഡ് വന്നാൽ നേരെ പിടിച്ചോ ഉത്തരം 0. ഈവൻ വരുമ്പോൾ നമുക്ക് ഉത്തരമുണ്ട് എന്താണ്? 1/√2π. ഇവിടെ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് ആൽഫ. ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇവിടെ നമ്മുടെ റിസൾട്ട് അപ്ലൈ ചെയ്യാണ്. ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു a എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്ത് ഫംഗ്ഷൻ ആകുമ്പോൾ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ. ശരിയാണ് അല്ലേ? അപ്പം -∞ ടു ഇൻഫിനിറ്റി എന്നുള്ളത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആയി റിസൾട്ട് പ്രകാരം. 0 ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ വലുതാവുന്ന കേസ്, അവിടെയാണ് മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് 0 ടു ഇൻഫിനിറ്റി. കറസ്പോണ്ടിങ് മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് മോഡുലസ് എക്സ് ആവശ്യമില്ല, എക്സ് മാത്രമേ ആവശ്യമുള്ളൂ. പിടികിട്ടിയോ? ഇനി പോകുന്ന വഴിയിലോട്ട് മോഡുലസിനെയും കൂടെ വലിച്ചുകൊണ്ട് പോകരുത്. മോഡ് എക്സ് എക്സ് ആക്കിക്കോണം. കാരണം -∞ ടു ഇൻഫിനിറ്റി മാറി 0 ടു ഇൻഫിനിറ്റി ആയി. ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് ഈവൻ ആകുമ്പോൾ ഇവിടെ അൾട്ടിമേറ്റ്ലി ഈ ഒരു മൊത്തത്തിലുള്ള എഫ് ഓഫ് എക്സ് ഈവനാണ്. പിടികിട്ടിയോ? സോ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് എന്നുള്ളത് എക്സ് ആയി. ബാക്കി കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, സോ ഈ ഒരു സംഗതി ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇവിടെ ഞാൻ 2വിനെ ഞാൻ √2 ഇൻറ്റു √2 എന്ന് എഴുതുന്നു. ബൈ √2πനെ √2 ഇൻറ്റു √2π എന്ന് എഴുതുന്നു. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് ആൽഫ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഒരു √2 ക്യാൻസൽ. √2/√2π എന്നുള്ളത് എന്ത് വരും? √2/π വരും അല്ലേ? √a/√b, √a/b. ബാക്കി ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് ആൽഫ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മളൊരു റിസൾട്ടാണ് യൂസ് ചെയ്യുക. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ഒരു റിസൾട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്, വളരെയധികം യൂസ്ഫുൾ ആവുന്ന റിസൾട്ടാണ്. തീർച്ചയായിട്ടും ഈ റിസൾട്ട് മറ്റു പല ക്വസ്റ്റ്യൻസിലും ആവശ്യമുണ്ട്. ഈ റിസൾട്ട് ആവശ്യം വരുന്ന ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട്. അപ്പോൾ നമുക്ക് ആ റിസൾട്ട് പഠിക്കാം. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റഗ്രൽ ഒരു റിസൾട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. മറ്റുള്ള ക്വസ്റ്റ്യൻസിലും ഇതേ റിസൾട്ട് തന്നെ യൂസ് വരുന്നതാണ്, മസ്റ്റായിട്ട് പഠിക്കണം. ശ്രദ്ധിക്കണം, റിസൾട്ട് ഇതാണ്. റിസൾട്ട് ഇൻ്റഗ്രൽ e റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു e റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഇതാണ് നമ്മുടെ റിസൾട്ട്. ബോക്സ് ചെയ്തിട്ടോളാം. വളരെയധികം യൂസ് വരുന്ന റിസൾട്ടാണ്. ഇൻ്റഗ്രൽ e റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ്. ഇൻ്റഗ്രൽ e റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു e റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഓക്കെ, ആ റിസൾട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു √2/π. ഇവിടെ ഇൻ്റഗ്രലിൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പോകണേ. ഇത് e റൈസ് ടു വേണ്ട താരതമ്യപ്പെടുത്താം. e റൈസ് ടു മൈനസ് ആൽഫ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സിനെ e റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സുമായിട്ട് താരതമ്യപ്പെടുത്തുക. അപ്പോൾ അവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ. എ എന്ന് പറയുന്നത് മൈനസ് ആൽഫ. ബി എന്ന് പറയുന്നത് ഇവിടെ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ. ബി എന്ന് പറയുന്ന ആൾ ഒമേഗ. അപ്പോൾ എ എന്ന് പറയുന്നത് മൈനസ് ആൽഫ, ബി എന്ന് പറയുന്ന ഒമേഗ. രണ്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ റിസൾട്ടിനകത്ത് എ കാണുന്ന സ്ഥലത്തോട്ട് മൈനസ് ആൽഫയും ബി കാണുന്ന സ്ഥലത്തോട്ട് ഒമേഗയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? സോ e റൈസ് ടു എ എന്ന്
എ എന്ന് പറയുന്നിടത്തോട്ട് മൈനസ് ആൽഫ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറയുന്ന മൈനസ് ആൽഫയാണ്. മൈനസ് ആൽഫ സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആൽഫ സ്ക്വയർ പിടികിട്ടിയോ? പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി ഒമേഗയാണ്, ഒമേഗ സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ്, അതായത് മൈനസ് ആൽഫ കോസ് ബി എന്ന് പറയുന്ന ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്, ഒമേഗ സൈൻ ഒമേഗ എക്സ്. ഓക്കെ, റിസൾട്ട് അപ്ലൈ ചെയ്തു. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലേ? 0 മുതൽ ഇൻഫിനിറ്റി വരെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു √2/π. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് ഇൻഫിനിറ്റി കൊടുക്കണം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ എക്സ് കണ്ടു, അവിടെ ഇൻഫിനിറ്റി കൊടുത്താൽ e റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും അല്ല, e റൈസ് ടു മൈനസ് ആൽഫ ഇൻറ്റു ഇൻഫിനിറ്റി. ആൽഫ ഇസ് എ ഫൈനൈറ്റ് വാല്യൂ ഇൻറ്റു ഇൻഫിനിറ്റി ഈസ് ഓൾവേസ് ഇൻഫിനിറ്റി. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ e റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും അൾട്ടിമേറ്റ്ലി. അത് 1/e റൈസ് ടു ഇൻഫിനിറ്റി ആണ്. e റൈസ് ടു ഇൻഫിനിറ്റി ആണ്. 1/ഇൻഫിനിറ്റി എന്നുള്ളത് 0 ആണ്. അപ്പോൾ e റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ മൊത്തത്തിൽ 0 വരും. മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 0 കൊടുക്കണം. അപ്പോൾ e റൈസ് ടു മൈനസ് 0 എന്ന് പറയത്തില്ല, കാരണം 0ക്ക് പ്ലസ് മൈനസും ഇല്ലാത്തതുകൊണ്ട് e റൈസ് ടു 0 ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് ആൽഫ കോസ് 0. കോസ് 0 എന്ന് പറയുന്ന 1 ആണ്, അപ്പോൾ മൈനസ് ആൽഫ വരും. പ്ലസ് ഒമേഗ സൈൻ 0. സൈൻ 0 ആണ്, അപ്പോൾ അത് 0 ആയിപ്പോവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു √2/π. നോക്ക്, 0 മൈനസ് എന്നുള്ളത് മൈനസ് വരും. e റൈസ് ടു 0 എന്നുള്ളത് 1 വരും. ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് ആൽഫ പ്ലസ് 0 എന്നുള്ളത് എന്ത് വരും? മൈനസ് ആൽഫ. സോ ദിസ് ഈസ് ഈക്വൽ ടു √2/π. നോക്ക്, -1 ഇൻറ്റു മൈനസ് ആൽഫ, -1 ഇൻറ്റു മൈനസ് ആൽഫ പ്ലസ് ആൽഫ വരും. ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. സോ √2/π ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് എന്ത്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ദിസ് ഈസ് അവർ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി 1/1 പ്ലസ് ഒമേഗ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം കൂടെ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. അത് നോക്കാം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. √2/π ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നമ്മുടെ എഫ് ഓഫ് എക്സ് ആരാണ്? e റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ്. ക്വസ്റ്റ്യനിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു √2/π ആൽഫ ബൈ ആൽഫ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത് കാണാതെ പഠിച്ചു വയ്ക്കാനും കൂടെ ശ്രമിച്ചോളൂ. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു മൈനസ് ആൽഫ ലാംഡ എക്സ് എന്ന് പറയുന്നത് √2/π ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് എന്നുള്ള കാര്യം ഈ ഒരു ഫോർമുല കാണാതെ പഠിച്ചു വെക്കാനും കൂടെ ശ്രമിച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോർമുലയുടെ ആപ്ലിക്കേഷൻ എന്നോണം 3 മാർക്കിന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. തൊട്ടടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോർമുല കാണാതെ അറിഞ്ഞിരുന്നാൽ മാത്രമേ 3 മാർക്ക് ആയതുകൊണ്ട് ഇത്രയും ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ആ സമയത്ത് 3 മാർക്കിന് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് കാണാതെ അറിഞ്ഞു വെക്കുന്നതാണ് അവർ ക്വസ്റ്റ്യൻ വഴി ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ്, ഇത് കാണാതെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് ഈക്വൽ ടു √2/π ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇവിടെ ആൽഫ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നുള്ളൊരു കണ്ടീഷൻ കൂടി ഉണ്ട് കേട്ടോ. പ്രൊവൈഡഡ് ആൽഫ ഗ്രേറ്റർ ദാൻ 0. ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് വേണ്ടത്. സോ ഈ ഫൊറിയർ ട്രാൻസ്ഫോം അപ്പുറത്ത് പോകുമ്പോൾ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആവും. നമുക്കറിയാം, ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്പുറത്ത് പോകുമ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആവുന്ന പോലെ തന്നെ ഫൊറിയർ ട്രാൻസ്ഫോം അപ്പുറം പോകുമ്പോൾ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആവും. ഓക്കെ, അപ്പം നമുക്ക് അല്ലാണ്ട് തന്നെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. e റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് ഈക്വൽ ടു എഫ് അപ്പുറം പോകുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് √2/π ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, ശ്രദ്ധിച്ചോണേ. നമുക്ക് 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. എഫ് ഇൻവേഴ്സിനകത്ത് കോൺസ്റ്റൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ √2/π ഇങ്ങോട്ട് പുറത്തെടുക്കാം. √2/π ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി എഫ് ഇൻവേഴ്സ് ഓഫ് ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. ഓക്കെ,
സോ ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ എഫ് ഇൻവേഴ്സ് ആൽഫ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. നമുക്ക് എന്തോ വേണ്ടേ? വി നീഡഡ് ടു ഫൈൻഡ് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞോ? 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ, എഫ് ഇൻവേഴ്സിനുള്ളിൽ 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ കിട്ടണം. ആൽഫയ്ക്ക് 1 കൊടുത്താൽ പോരെ? ആ ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പുട്ട് ആൽഫ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ആൻസറായി. പുട്ട് ആൽഫ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എന്ത് കിട്ടും? ഇ റൈസ് ടു മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് എന്നുള്ളത് ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് വരും, ഈക്വൽ ടു റൂട്ട് 2 ബൈ പൈ എഫ് ഇൻവേഴ്സ് ആൽഫയ്ക്ക് 1 കൊടുത്താൽ 1 ബൈ 1 സ്ക്വയർ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് വേണ്ടത്. സോ അതിനെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ റൂട്ട് ഓഫ് 2 ബൈ പൈ ഇപ്പുറം വരുമ്പോൾ റൂട്ട് ഓഫ് പൈ ബൈ 2 ആവും. ഓക്കെ, റൂട്ട് 2 ബൈ പൈ ഇപ്പുറം വരുമ്പോൾ റൂട്ട് പൈ ബൈ 2. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? റൂട്ട് ഓഫ് എ ബൈ ബി ഈക്വൽ സൈൻ്റെ അപ്പുറം പോകുമ്പോൾ റൂട്ട് ബി ബൈ എ ആവും. ഇത് നേരെ തിരിച്ചിടണം. കാരണം റൂട്ട് 2 ബൈ റൂട്ട് പൈ ആണ്. റൂട്ട് പൈ ഇങ്ങോട്ട് വരും, റൂട്ട് 2 താഴേക്ക് വരും, റൂട്ട് പൈ ബൈ റൂട്ട് 2 റൂട്ട് ഓഫ് പൈ ബൈ 2 കിട്ടും. ഇൻറ്റു ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് ആൻസർ വരിക. ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പൈ ബൈ 2 ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് ആണ്. അപ്പോൾ ഇതും മനസ്സിലാക്കി വെക്കുക. ഈ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ഒരു ഇക്വേഷൻ ഇപ്പോൾ ബോക്സ് ചെയ്തിട്ടിരിക്കുന്ന ഇക്വേഷൻ അറിയുന്നത് വഴി ആൻസർ ചെയ്യേണ്ടതായ പ്രീവിയസ്ലി വന്നിട്ടുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 3 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രീവിയസ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് പ്ലസ് 4 ഇ റൈസ് ടു മൈനസ് 4 മോഡ് എക്സ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷൻ്റെ സഹായം ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് പ്ലസ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 4 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 4 മോഡ് എക്സ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് നിങ്ങളുടെ ഔട്ട് സൈഡ് എടുക്കാം. 2 ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് മോഡ് എക്സ് പ്ലസ് 4 ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 4 മോഡ് എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു രണ്ട് ഈ റിസൾട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്തേ. ഇ റൈസ് ടു മൈനസ് ആൽഫ മോഡ് എക്സ്. അപ്പോൾ മൈനസിനും മോഡ് എക്സിനും ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് ആൽഫ. മൈനസിനും മോഡ് എക്സിനും ഇടയ്ക്ക് ഇവിടെ 1 അല്ലേ? അപ്പോൾ 1 ആണ് ആൽഫ. ഈ റിസൾട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2 ബൈ പൈ ആൽഫ എന്നുള്ളത് 1 ബൈ ആൽഫയുടെ സ്ക്വയർ 1 സ്ക്വയർ 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എന്നിട്ട് ഇവിടെ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസിനും മോഡ് എക്സിനും ഇടയിൽ നിൽക്കുന്ന ആളാണ് ആൽഫ. ശരിയല്ലേ? മൈനസിനും മോഡ് എക്സിനും ഇടയിൽ നിൽക്കുന്ന ആളാണ് ആൽഫ. മൈനസിനും മോഡ് എക്സിനും ഇടയ്ക്ക് നിൽക്കുന്ന ആൾ 4. ആൽഫയുടെ പ്ലേസിലോട്ട് 4 കൊടുക്കണം. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 2 ബൈ പൈ ആൽഫയുടെ പ്ലേസിലോട്ട് 4 കൊടുക്കുമ്പോൾ 4 ബൈ 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് ഒമേഗ സ്ക്വയർ. സോ ആര് ഔട്ട് സൈഡ് എടുക്കാം? നമുക്ക് റൂട്ട് 2 ബൈ പൈ രണ്ട് ടേംസിൽ നിന്നും ഔട്ട് സൈഡ് എടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ബൈ പൈ ഇൻറ്റു റൂട്ട് 2 ബൈ പൈ ഇൻറ്റു 2 ഇൻറ്റു 1 എന്നുള്ളത് 2 വരും. 2 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഇവിടെ നമ്മൾ റൂട്ട് 2 ബൈ പൈ ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്തു. ബാക്കി 4 ഇൻറ്റു 4 എന്നുള്ളത് 16 വരും. 16 ഡിവൈഡഡ് ബൈ 16 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് ഫൈനൽ ആൻസർ വരിക. റൂട്ട് ഓഫ് 2 ബൈ പൈ 2 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 16 ബൈ 16 പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഈ ഒരു റിസൾട്ട് അറിയാണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഈ റിസൾട്ടിൻ്റെ ഡെറിവേഷൻ 7 മാർക്കിന് പ്രീവിയസ്ലി പബ്ലിക് എക്സാമിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഡിഡക്ഷനും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ക്വസ്റ്റ്യനും 3 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ളതാണ്. എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഡോണ്ട് മിസ് ദിസ്. കാരണം ഒറ്റയടിക്ക് ഒരു നല്ല മാർക്ക് മേടിക്കാൻ 10 മാർക്ക് ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 7, 3, 10 മാർക്കായില്ലേ. 10 മാർക്ക് എന്ന് പറഞ്ഞാൽ പാസ് മാർക്കിൻ്റെ നല്ലൊരു ശതമാനമായി. അപ്പോൾ ഒറ്റയടിക്ക് ഒരു നല്ല സ്കോർ കിട്ടാൻ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ശരത് സൈനിങ് ഔട്ട്. അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ സീ യു.